ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പ്രമോദ് മാഷാണ്. ഹിസ്റ്ററിയുടെ ഏറെക്കുറെ ഒന്നാമത്തെ ലെസൺ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ജിയോഗ്രഫിയുടെ ഫസ്റ്റ് ലെസൺ നമ്മൾ വിക്ടേഴ്സ് ചാനലിൽ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ലെസൺ ഓഫ് ദ ജിയോഗ്രഫി, സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒപ്പം ടെക്സ്റ്റ് പുസ്തകം കൂടി കയ്യിൽ വെക്കുക. അതിൻ്റെ ക്യാപ്ഷൻ തന്നെയുണ്ട്, സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് എന്നാണ്. വിൻഡിൻ്റെ ഉറവിടം തേടിയിട്ടാണ്. നമുക്കറിയാം, വാട്ട് ഈസ് വിൻഡ്? വിൻഡ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ. വായുവിൻ്റെ ചലനമാണ് ഫ്രം എ പ്ലേസ് ടു അനദർ പ്ലേസ്. അത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദമുള്ള സ്ഥലം, ഹൈ പ്രഷർ റീജിയൻ ടു ദ ലോ പ്രഷർ റീജിയൻ. So wind is formed as a result of the movement of the air from high pressure region to low pressure region. High pressure, low pressure നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വിൻഡ് ഫോം ചെയ്യപ്പെടുമ്പോൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതാണ്. ലോവർ ക്ലാസ്സസ് യു ഓൾറെഡി ലേൺഡ്. Atmospheric pressure is the weight of the atmospheric air exerting on the earth surface. Look at the video. What is atmospheric pressure? Atmospheric pressure is the weight of the air exerting on the earth surface. ആ എർത്ത് സർഫേസിൻ്റെ മുകളിൽ ഒരു എയർ വന്ന് നിൽക്കണം. അത് വായുവിൻ്റെ ഭാരമാണ്. അതങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ അമർന്നിരിക്കുകയാണ്. ഇറ്റ് ഹാപ്പനിങ് ഓൾ ദ പാർട്ട് ഓഫ് ദ വേൾഡ്. ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനും കാണും. സോ what is atmospheric pressure? It is the weight of the air exerting on the earth surface. ഭൂമിയുടെ മുകളിലുള്ള വായുവിൻ്റെ ഭാരം. ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ചില സ്ഥലത്ത് വായുവിൻ്റെ അളവ് കൂടും, ഭാരം കൂടും. ദാറ്റ് ഏരിയ വി കോൾ ഇറ്റ് ആസ് ഹൈ പ്രഷർ റീജിയൻ. ചില സ്ഥലത്ത് പ്രഷർ കുറയും. ഇറ്റ് ഈസ് നോൺ ആസ് ലോ പ്രഷർ റീജിയൻ. സോ എയർ ക്യാൻ മൂവ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. ദിസ് മൂവ്മെൻറ്റ് ഓഫ് ദ എയർ വി കോൾ ഇറ്റ് ആസ് വിൻഡ്. ഇതിനെയാണ് എന്ത് വിളിക്കുക? വിൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ വിൻഡ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ദ ലോ പ്രഷർ റീജിയൻ. സോ ദ ആവറേജ് വെയ്റ്റ് ഓഫ് ദ എയർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെയ്റ്റ് ഓഫ് ദ എയർ ആണ്. പ്രഷർ ഐ ടോൾഡ് യു. ഇതിൽ ഒരു വേരിയേഷൻസ് ഉണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും ഈ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ പ്രഷറിൻ്റെ വെയിറ്റ് ഒന്നല്ല. ദർ ആർ സോ മെനി വേരിയേഷൻ. ചില ഭാഗങ്ങളിൽ ഐ ടോൾഡ് യു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് വെരി ഹൈ. ചില ഭാഗങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ. വൈ ദിസ് കുഡ് ബി ഹാപ്പൻഡ്? ദർ ആർ 3 ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദർ ആർ 3 ഫാക്ടേഴ്സ്. സോ ദർ ആർ സോ മെനി വേരിയേഷൻസ് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഒരുപാട് വേരിയേഷനുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഭൂമിയിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. ഇനി ദ ആവറേജ് വെയ്റ്റ് ഓഫ് ദ എയർ. ഭൂമിയിൽ എല്ലായിടത്തും ഇപ്പോൾ വെയിറ്റ് ഒന്നല്ല. ആവറേജ് വെയ്റ്റ് എത്രയാണ്? എർത്ത് സർഫേസ് ഈസ് 1034 മില്ലിഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ആവറേജ് വെയ്റ്റ് ഓഫ് ദ എയർ ഓർ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് 1034 മില്ലിഗ്രാം പെർ എ സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ എ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഉള്ള വായുവിൻ്റെ ഭാരം 1034 മില്ലിഗ്രാം ആണ്. This is the average atmospheric pressure of the world. ഇനി the atmospheric pressure is measured using an instrument called mercury barometer. അതിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. മെർക്കുറി ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് we are measuring the atmospheric pressure. And millibar and hectopascal are the units. മില്ലിബാറും ഹെക്ടോപാസ്കലുമാണ് ഇത് അളക്കുന്നതിനുള്ള യൂണിറ്റുകൾ. So the level of the mercury at normal atmospheric pressure will be 76 centimeter. The atmospheric pressure at the point will be 1013.2 millibar or 1013.2 hectopascal. ആ യൂണിറ്റുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതിൻ്റെ മെഷറിംഗ് മെത്തേഡുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. So this is about atmospheric pressure. So what is atmospheric pressure? It is the weight of the air exerting on the earth surface. The average weight of the atmospheric pressure is 1034 milligram per centimeter square. Hectopascal is the unit. And I told you there are so many variations of atmospheric pressure. Atmospheric pressure ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയില്ല. There are so many variations.
Mainly three factors determine atmospheric pressure. Three factors which determine atmospheric pressure.